ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ക്യാൻവാസ് വെച്ചിട്ട് അടിപൊളിയായിട്ട് എങ്ങനെയാണ് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാമെന്നാണ്. അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ളവർക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണല്ലോ നമുക്ക് ഓരോ ദിവസവും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകിക്കേണ്ട വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മടക്കുമ്പോൾ ഈ ക്യാൻവാസ് ഈ രീതിയിലാണ് ഞാനിവിടെ മടക്കുന്നത്. എനിക്ക് വിഡ്ത്ത് അധികം വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു മടക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ട്, 4-4.5 ഇഞ്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മടക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5.5 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തേക്കുന്നത്, ഒരു ബോക്സ് പോലെ ആക്കുക. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടുണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ ഓരോ മോഡലിൽ വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ നെക്കാണ് കൊടുക്കുന്നത്, കോർണറിൽ ഒരു 1.5 ഇഞ്ച് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതാ ഇതേപോലെ ഒരു തുമ്പത്തൊരു പോയിൻ്റ് ഇങ്ങനെ വരുന്ന രീതിയിലാണ് കേട്ടോ. ഓക്കെ, ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും, എന്ത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് ഈ ഷേപ്പ് ചെയ്ത് വരക്കാൻ നല്ല കട്ട ഫിനിഷിംഗ് ആണ് കേട്ടോ ഈ ഒരു ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഞാൻ ബാക്ക് നെക്ക് ചിലരൊന്നും എടുക്കില്ല ക്യാൻവാസ്, പക്ഷെ ഞാൻ ബാക്കും ഫ്രണ്ടും ക്യാൻവാസ് തന്നെ ചെയ്യും. നമ്മുടെ പണിയും എളുപ്പമാണ്, ഫിനിഷിങ്ങും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഇഞ്ച് കൂടുതൽ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന അതേ നെക്കിൻ്റെ ഒരു ഫോമിൽ തന്നെ വരച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു തയ്യൽ തുമ്പ് എന്ന് പറയുന്നൊരു പോർഷനാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ 1 ഇഞ്ച് കനത്തിൽ നമ്മൾ ഇങ്ങനെ നീളത്തിൽ വരച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് വരച്ചിരിക്കുന്ന ലൈനിലാണ് നമ്മുടെ നെക്ക് വരുന്നത്. ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുന്നത് ഒരു തയ്യൽ തുമ്പ് പോലെ വരുന്ന പോർഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വരച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു നെക്ക് പോർഷൻ, അത് നമ്മൾ എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷേപ്പ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ നെക്ക് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. കണ്ട, ഇതേപോലെ നല്ല ഒരു നെക്ക് നമുക്കിവിടെ കിട്ടും കേട്ടോ. അപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് നമ്മളിവിടെ നെക്ക് എടുത്തതല്ലേ. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ നമ്മൾ നേരത്തെ എടുത്ത അത്രയും തന്നെ വിഡ്ത്ത് 3 ഇഞ്ചും അതുപോലെ 3 ഇഞ്ച് ലെങ്ത്തിലുമാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ബോക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ബോക്സ് ചെയ്തെടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ റൗണ്ട് നെക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ കോർണറിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വരച്ചിരിക്കുന്ന വിഡ്ത്തിൻ്റെ ആ ഒരു മിഡ് പോയിൻറ്റിൽ നിന്ന് ചെറിയൊരു റൗണ്ട്, അധികം വൈഡല്ലാത്ത രീതിയിൽ ഒരു റൗണ്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഓരോ ഇഞ്ച് വെച്ചിട്ട് നേരത്തെ അടയാളപ്പെടുത്തിയ പോലെ ക്യാൻവാസിൻ്റെ വീതി നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത് വരച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു ബാക്ക് നെക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 നെക്കും ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് പറ്റിയ 2 കട്ട് പീസ് എടുക്കണം. ആ കട്ട് പീസിൽ നമ്മളിത് അയൺ ചെയ്തെടുത്തിട്ട് അതാണ് നമ്മൾ നെക്കായിട്ട് നമ്മൾ പിന്നീട് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ 2 പീസും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഇത്രയും എളുപ്പമുള്ളൊരു രീതി നമുക്ക് ഇത്രയും ഫിനിഷിംഗ് ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയൊരു ഇതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 കട്ട് പീസ് ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ ഇതിൽ 2 പോർഷനുണ്ട്. ഒരു ചെറിയ ഗ്ലേസിങ് ഉള്ള പോർഷനുണ്ട്, അതുപോലെ ഒരു സാധാരണ ഒരു പോർഷനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലേസിങ് ഉള്ള പോർഷനാണ് നമ്മൾ ഈ മെറ്റീരിയലിലേക്ക് അയൺ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു നല്ല ചൂടിലാണ് കേട്ടോ ഇത് നല്ലോണം ഒട്ടുള്ളൂ. നമ്മളൊന്ന് പെട്ടെന്ന് ചൂടായിട്ട് വെറുതെ വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. നല്ല പോലെ ഒന്ന് ഇതേപോലെ നല്ലോണം ചൂടായിട്ട് വന്നാലാണ് നല്ല രീതിക്ക് ഒട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. രണ്ടും നമുക്കങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ രണ്ടും നമ്മൾ ഒട്ടിച്ചെടുത്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ തുണിയിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു ചെറിയ പണിയുണ്ട്. നമ്മൾ ഈ ഒരു കട്ട് പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ അരികിൽ വന്നേക്കുന്ന ആ ഒരു ചെറിയ ഇതുണ്ടല്ലോ, ആ ഒരു പീസ് അത് നമ്മൾ ഇതുപോലെ ചുറ്റും ഒന്ന് തുന്നി കൊടുക്കണം. തുന്നി കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ 2 പോർഷനും അതിൻ്റെ തുമ്പുണ്ടല്ലോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒരൊറ്റ സ്റ്റിച്ച് നമ്മൾ കൊടുത്താൽ മതി. മടക്കി അടിക്കൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ഒരൊറ്റ സ്റ്റിച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ഒരു 1 സൈഡ് 2 പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ബാക്കിലെ നെക്കിലും അതുപോലെ ഫ്രണ്ടിലെ നെക്കും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ഫിനിഷിങ് നമുക്ക് വരും കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് നല്ല ഒരു ഫിനിഷിങ് ആയിരിക്കും. നമുക്ക് ഒന്നും കയറി ഇറങ്ങി പോകുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുക്കാം. ഈ ഫ്രണ്ട് പോർഷൻ്റെ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് പോയിൻ്റ്, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കുക, രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ടിലെ നെക്ക് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഇതുപോലെ നടുക്ക് ഒരു വെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ ആ സെൻറ്ററിലേക്ക് തന്നെ നമ്മളിവിടെ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ സെൻറ്ററിലേക്ക് നമ്മൾ നേരെ വെച്ച് കൊടുക്കുക. നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ പോർഷൻ ഫ്രണ്ടിൽ വരുന്ന നല്ല വശത്താണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇതേപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ സെൻറ്റർ ടു സെൻറ്റർ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതായത് നമ്മുടെ മുകളിൽ നിന്ന് സെൻറ്ററിൽ ഒരൊറ്റ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് ഒട്ടും വളയാത്ത രീതിയിൽ തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാനിതാ ഇവിടെ വെച്ച് ആ സ്റ്റിച്ച് നിർത്താണ്. എന്നിട്ട് ഇതൊന്ന് അഴിച്ചെടുത്തിട്ട് ഇത് നമ്മുടെ ആ ഒരു നെക്ക് ഉണ്ടല്ലോ അതവിടെ ഫിക്സ് ആവാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഇത് ചിലപ്പോൾ ഒന്ന് വളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നടുക്കൊരു സെൻറ്ററിൽ എപ്പോഴും ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗുണം ചെയ്യും. കാരണം ആ സെൻറ്ററിലെ സ്റ്റിച്ച് എന്തായാലും പോകുമല്ലോ, നമ്മൾ കട്ട് ചെയ്ത് പോകേണ്ട പോർഷനാണല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മളിനി നമ്മുടെ ആ ഒരു ലെവലിൽ തന്നെ കറക്റ്റായിട്ട് ക്യാൻവാസിൽ തൊടാതെ തന്നെ നമ്മൾ ആ ഷേപ്പിൽ കൂടി തന്നെ നമ്മൾ തുണിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒട്ടും തന്നെ ക്യാൻവാസിലേക്ക് പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്കത് പതിച്ചടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായി പോകും, നമുക്ക് അഴിച്ചെടുക്കേണ്ടി വരും ആ സ്റ്റിച്ച്. അപ്പോൾ ഒട്ടും കയറിയും പോകരുത്, ഒരുപാട് കയറിയും പോകാത്തക്ക രീതിയിൽ ഇതുപോലെ നമ്മൾ ഒന്ന് നോക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ,
അപ്പോൾ നമ്മുടെ എന്തെന്നാ ഈ ഒരു എന്താ നെക്ക്, ആ നെക്കിൻ്റെ ഇതൊരു 1/4 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ആ ഒരു സെൻറ്ററൊക്കെ ഉണ്ടല്ലോ, അവിടെ ആ ഒരു പാനൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒരു സെൻറ്ററിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ ആ പോയിൻ്റ് അങ്ങനെ തന്നെ കൊടുക്കണം. അതുപോലെ ഒരു 1/4 ഇഞ്ച് വെട്ടിയിട്ടുണ്ടാവണം. ആ 1/4 ഇഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നമ്മളൊരു വെട്ടിട്ട് കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മളിതാ ഇതേപോലെ ഒന്ന് പതിച്ചടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പതിച്ചടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പോയിൻ്റൊക്കെ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ച് പതിച്ചടിക്കണം. അപ്പോൾ അതിന് മുന്നേ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല ഫിനിഷിങ്ങിൽ നല്ല രസമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് പിന്നെ നമുക്ക് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അവിടെ അയൺ ചെയ്യണത് എപ്പോഴും നല്ല ഒരു പെർഫെക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്ക് നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ക്യാൻവാസ് നമ്മുടെ നല്ല വശത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പതിച്ചടിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഈ ഒരു ഗ്യാപ്പില്ലേ 1/4 ഇഞ്ച് അവിടെ നമ്മൾ കട്ട് ചെയ്തും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ പതിച്ചടിക്കുന്നില്ല. മറ്റേ പോലെ തന്നെ നമ്മൾ നല്ല വശത്ത് വെച്ച് ഇതുപോലെ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ നമ്മൾ വെട്ടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ പതിച്ചടിക്കുന്നില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് പോർഷൻ്റെ ഇത് പതിച്ചടിക്കാത്ത ഈ പോർഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പതിച്ചടിച്ച ഭാഗം അകത്തേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ അകത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അകത്ത് പോകുന്ന വശങ്ങൾ രണ്ടെണ്ണത്തിൻ്റെയും അകത്ത് പോണത് നല്ല വശങ്ങൾ തന്നെയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മളൊരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ നല്ല വശങ്ങളാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ആകെ പ്രശ്നമായേക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് രണ്ട് വശത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പറേം ഇതുപോലെ വെച്ച് അകത്തേക്ക് കൊടുത്തിട്ട് നമ്മളൊരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് തന്നെ മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ 1/4 ഇഞ്ചിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഫിനിഷിംഗ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്ന് മറിച്ചിടുമ്പോൾ നമുക്ക് കണ്ടോ, നമ്മുടെ ഈ ഒരു നെക്ക് പതിച്ചടിക്കേണ്ട ആ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് കിട്ടും. വെറുതെ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ബാക്ക് നെക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നെക്ക് കിട്ടും. ക്യാൻവാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ഒരുപാട് പണിയില്ല. കാരണം നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ബിഗിനേഴ്സിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു രീതിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് വ്യൂസ് അനുസരിച്ച് നമുക്ക് സബ് ഇല്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു സ്റ്റിച്ചിങ് വീഡിയോയോ കട്ടിങ് വീഡിയോയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബായ്.